നിനക്ക് എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു തരാ? അങ്ങനെ പഠിച്ചു. പിന്നെ അവിടെ പോയല്ലോ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ എല്ലാം പിടിച്ച് വളർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ബൈക്കിലല്ലേ പോണേ, അതുകൊണ്ട് പ്രശ്നമില്ല. അതിന് കോബ്ര ക്യാമറ ഉണ്ട്. കോബ്ര ക്യാമറ അത് ഹെൽമെറ്റിൽ വെച്ചോട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടോ. എന്ത് പറഞ്ഞാലും കേട്ടോ. കേൾക്കും അതിൻ്റെ ഉള്ളിൽ സൗണ്ട് കിട്ടുന്നു. വയനാടിന്റെ വെള്ളം ഒരു ജില്ലയില്ല. അല്ല നിങ്ങളെ ഞാൻ ഇടുക്കി പോയി നിന്നിട്ടുണ്ട്. പക്ഷെ ഈ ഫീൽ ഇടുക്കി കിട്ടുന്നില്ല. തണുപ്പുണ്ട് പക്ഷെ ഈ ഫീല് കിട്ടുന്നില്ല ഇടുക്കി. 3 കൊല്ലം അവിടെ തന്നെ സ്പോർട്സ് ഹോട്ടലിൽ. പിന്നെ കളിയാണോ? അവിടെ പിന്നെ കാണാൻ കുറെ കടക്കുന്നുണ്ട്. നമ്മള് കളിക്കണല്ലേ? ഇപ്പൊ ചെറുതായി ചവിട്ടി കളിക്കാൻ 2-3 മാസം കൊണ്ട്, 1 മാസം കൊണ്ട് ട്രെയിനിങ് സെറ്റാവും. കളിയൊക്കെ ഉണ്ടെങ്കിൽ പറയണമെന്നില്ല. നമുക്ക് ടീം ഉണ്ടായിരുന്നില്ല, നമ്മളെ ആളെയൊക്കെ കൊണ്ട് കളിപ്പിക്കണായിരുന്നു. ചെക്കന്മാർ ഞങ്ങളെപ്പോഴും ടൂർണമെന്റിന്റെ പ്രാന്തന്മാരാണ്. ഞങ്ങള് മറ്റേ കളിയുണ്ടെങ്കിൽ വെച്ചോണ്ട് മറ്റേ ഞങ്ങളെ കുട്ടിയുണ്ട് കളിക്കുന്ന പ്ലെയറാണ്. വയനാട് ലോക്കൽ കളിക്കാൻ പോക്കുണ്ട്. ഞാൻ വേണ്ടി കളിച്ചിരുന്നു. ആ ടീമിന്റെ പേരെന്താ? ഞങ്ങള് പിതർക്കാട് എന്ന് പറഞ്ഞ വമ്പ ടീമാ. കേട്ടിട്ടുണ്ടോ? നീലഗിരി ബോയ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? നീലഗിരി പന്തല്ലൂരൊക്കെ. പന്തലൂരൊക്കെ വമ്പ ടീമുകൾ കളിക്കണ കളിയല്ല. മറക്കാത്തൊരു ഏരിയയാണ് മൂന്നാറ്. മഴ ഇതുപോലെ മഴയായിരുന്നു. പന്തലൂര് മൂന്നാറിന്റെ കാര്യം പറഞ്ഞു. മൂന്നാർ പറയുമ്പോ വയനാട് മൂന്നാർ ഒന്നാ. പക്ഷെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ വൃത്തിയില്ല അവിടെ. ഇവിടെ വൃത്തിയുണ്ട്, അത്ര വൃത്തിയുണ്ട്. വയനാട് സൂപ്പർ വൃത്തിയാണ്. അങ്ങനല്ല, റോട്ടിലൊന്നും കുപ്പിടുന്നില്ലല്ലോ. അല്ല, തോട്ടിലൊന്നും കുപ്പിടുന്നില്ലല്ലോ. അവിടെ ഈ കാണുന്നത് കുപ്പയാ. ഞങ്ങളെ ഹോസ്റ്റലിൽ നല്ല വേസ്റ്റ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് ക്ലീൻ ആക്കിയതാണ്. നീ ഫസ്റ്റ് അല്ലേ ഫ്ലൈറ്റ് പോന്നേ? അല്ല, രണ്ടാമതാണോ? അപ്പൊ നിനക്ക് അറിയാം, അവിടെ ടെൻഷൻ ഇല്ല. നീ ആദ്യം ദുബായി പോയി വന്നേണോ? ദുബായിക്കൊന്നും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഇന്ത്യ തന്നെയാ. കളിക്കാൻ പോയപ്പോ ഇപ്പോഴേ ഇവിടുന്ന് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബോർഡിങ് ആദ്യം നമ്മളിത് ലഗേജ് ഇടും. പാസ്പോർട്ട് ടിക്കറ്റ് ഇതെല്ലാം കാണിച്ച് ലഗേജ് ഇട്ടിട്ട് അപ്പോൾ ചോദിക്കും ചിലപ്പോൾ ഹോട്ടൽ